അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. പ്രിയങ്കരായ സഹോദരങ്ങളെ, വാപ്പച്ചിയുടെ നിലവിലെ ആരോഗ്യാവസ്ഥയും അനുബന്ധ വിവരങ്ങളും ഒക്കെ പ്രിയങ്കരായ സഹോദരങ്ങളെ അറിയിക്കുന്നതിനും അതിലൊരു അപ്ഡേഷൻ തരുന്നതിനു വേണ്ടിയുമാണ് ഇങ്ങനെയൊരു ലൈവ് ഇപ്പോൾ ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങൾക്കറിയാം, വാപ്പച്ചി വൃക്കസംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുകയും അതിനുവേണ്ടിയുള്ള ഗൗരവമായ ചികിത്സകളിൽ തുടരുകയുമാണ് ചെയ്യുന്നത്. കുറേയധികം ആളുകൾ വിവരങ്ങൾ ആരായുകയും കഴിയുന്നിടത്തോളം എല്ലാവർക്കും വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. എന്നിരുന്നാലും പലരും ഉസ്താദിൻ്റെ നിലവിലെ ആരോഗ്യാവസ്ഥ അറിയുന്നതിന് വേണ്ടി ബന്ധപ്പെടുകയും അറിയാൻ കഴിയുന്നില്ല എന്നുള്ള പരിഭവങ്ങൾ പല ഘട്ടങ്ങളിലായി അറിയുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു മാർഗത്തിൽ നിങ്ങളുമായി നിലവിലെ വാപ്പച്ചിയുടെ ആരോഗ്യാവസ്ഥ പങ്കുവെക്കാനും വിവരങ്ങൾ അറിയിക്കുന്നതിനു വേണ്ടിയും ലൈവായി വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാര അനുഗ്രഹത്താൽ സർജറി കഴിഞ്ഞ് നിലവിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഉള്ളത്. കഴിഞ്ഞ കുറേയധികം നാളുകൾ ഒരുപാട് ആശങ്കകളുടെയും പ്രയാസങ്ങളുടെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ അൽഹംദുലില്ലാഹ് ഒരു വലിയ കടമ്പ കഴിഞ്ഞു കിട്ടി എന്നുള്ള വലിയ ആശ്വാസത്തിൻ്റെ ദിവസങ്ങളും ആ വിഷയങ്ങളും ഒക്കെ അനുഭവിക്കുന്ന അവസ്ഥയിലുമാണുള്ളത്. നിലവിൽ സർജറി കഴിഞ്ഞിട്ടുള്ള ആരോഗ്യാവസ്ഥ, സർജറിയുടെ കിഡ്നി മാറ്റിവെച്ചത് അൽഹംദുലില്ലാഹ് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. യൂറിൻ ഉൽപ്പാദിക്കുന്നുണ്ട്, യൂറിൻ വരുന്നുണ്ട്. പക്ഷേ നേരിടുന്ന ഒരു പ്രയാസമെന്ന് പറയുന്നത് ഫോമാകുന്ന യൂറിന് ബ്ലാഡറിൽ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് കാരണം മൂത്രനാളിയിൽ ഒരു ശക്തമായ തടസ്സമുണ്ട്. ആ തടസ്സമുള്ളതുകൊണ്ട് ബ്ലാഡറിലുള്ള യൂറിൻ പ്രഷർ കൊടുത്താലും, ഗൗരവമായി പ്രഷർ കൊടുത്ത് യൂറിൻ പോകാൻ ശ്രമിച്ചാലും പുറത്തേക്ക് പരിപൂർണമായിട്ട് വരാത്ത ഒരു സാഹചര്യമുണ്ട്. അതാണ് ഇപ്പം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി. അങ്ങനെ വരാത്തത് കാരണമായി നിലവിൽ അതിന് പരിഹാരമായിട്ട് ഡോക്ടർമാർ പറയുന്നത് ദിനേന 3 തവണ മൂത്രനാളിയിൽ ട്യൂബ് പ്രവേശിപ്പിച്ചുകൊണ്ട് അതിനുള്ള പരിശീലനം എനിക്കും കൂടെ നിൽക്കുന്ന റജീബുക്കാക്കും ഉൾപ്പെടെയുള്ളവർക്ക് ഡോക്ടർമാർ നൽകുകയും അത് പഠിച്ച് ഞങ്ങളിപ്പം ഡെയിലി 3 തവണ മൂത്രനാളിയിൽ ട്യൂബ് ഇടുന്ന നെൽക്കാത്ത് എന്ന് പറയുന്ന കത്തീറ്റർ ഇട്ടുകൊണ്ട് ബ്ലാഡറിൽ കിടക്കുന്ന എക്സസീവായിട്ടുള്ള ബാക്കി വന്നിരിക്കുന്ന പുറത്തു വരാത്ത യൂറിൻ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. പല ഘട്ടങ്ങളിലും അത് ഗൗരവമായ ഒരു എമൗണ്ട്, അതിൻ്റെ ഭാഗമുണ്ട്, യൂറിൻ കെട്ടിക്കിടക്കുന്നുണ്ട്. 300 350 ml ഒക്കെ അത് വളരെ ഗൗരവമായ ഒരു പോർഷനാണ്. അത് പുറത്ത് വരാതെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇത് ഈ ട്യൂബ് കയറി അല്പസമയം എടുത്ത് അത് പുറത്ത് വന്നിട്ട് പിന്നെ നമ്മൾ കളയുകയാണ് ചെയ്യുന്നത് അളന്ന ശേഷം. അതൊരു വലിയ പ്രതിസന്ധിയാണ്. അത് പ്രതിസന്ധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കത്തീറ്റർ ഇടുമ്പോൾ ഉള്ള മൂത്രനാളിയിലൂടെ ഇടുമ്പോൾ ഉള്ളൊരു വേദനയും പ്രയാസവും. ഇത് ദിനേന ഈ തടസ്സമുള്ള ഭാഗത്ത് വരുമ്പം അതീവ ശക്തമായ പ്രയാസമുണ്ട്. ആ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട്, വേദന അനുഭവിച്ചുകൊണ്ട് വാപ്പച്ചി പലപ്പോഴും കിടക്കുന്നത് കാണാൻ നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഇല്ലാത്ത അവസ്ഥയുണ്ട്. നമ്മുടെ ഹൃദയം പിടയുകയും കണ്ണുകൾ നിറയുകയും ചെയ്യുന്ന സാഹചര്യമാണ് പലപ്പോഴും. അത് പ്രവേശിപ്പിച്ച് ആ ബുദ്ധിമുട്ടുള്ള ഭാഗം കടന്നുപോയി അതീവ വേദന അനുഭവിച്ചുകൊണ്ട് ദിനേന 3 തവണ ഇത് ചെയ്യേണ്ട സാഹചര്യമുണ്ട് നിലവിൽ. അതോടൊപ്പം നേരിടുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഡോക്ടർമാർ അതിനെ നമ്മളോട് പറഞ്ഞു തന്ന് ഓട്ടോണോമിക് ഇംബാലൻസ് ആണ് ഇപ്പം നിലവിൽ വാപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ശരീരത്തിൻ്റെ ഘടന, ശരീരത്തിൻ്റെ ഈ ഡയബറ്റിക് ന്യൂറോപ്പതി ബാധിച്ചുകൊണ്ട് ശരീരം പ്രവർത്തിക്കേണ്ടതിൻ്റെ ഒരു രീതി ശരീരത്തിന് മനസ്സിലാകാതെ വരികയും പലപ്പോഴും ബോധക്ഷയം ഉണ്ടാകുമ്പോൾ 3/4 മണിക്കൂറും 1 മണിക്കൂറും ഒക്കെ ബോധമില്ലാതെ കിടക്കുന്ന അവസ്ഥ. അങ്ങനെ കിടക്കുമ്പോൾ കണ്ണ് തുറക്കാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല,
വലത് കൈക്ക് ശക്തമായ തളർച്ചയുണ്ടാകും. ഇടത് കൈയും ശരീരം മൊത്തം തളർന്നു കിടക്കുന്ന അവസ്ഥയായിരിക്കും. നമ്മൾ തട്ടി വിളിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം, നമ്മൾ നന്നായി വിളിക്കുമ്പോൾ ഒന്ന് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷെ അതിങ്ങനെ നമുക്ക് ആ സമയത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നമുക്ക് സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ ഒരുപാട് പ്രയാസം വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ പ്രയാസത്തിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പറയുന്ന 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ കഴിഞ്ഞാണ് ബോധം വരുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ആ സമയങ്ങളിൽ ഈ വിളിച്ചതോ മറ്റോ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ ഓർമ്മയില്ലാത്ത സാഹചര്യവും ഒപ്പമുണ്ട്. അതോടൊപ്പം സർജറിക്ക് ശേഷം ഇപ്പോൾ സ്ഥിരം ചെയ്തു വന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രയാസം, കാല് പോയതിനു ശേഷം ഇത്രയും അധികം വർഷങ്ങൾ ജയിലിൽ കിടന്നിട്ടും ആ ഘട്ടങ്ങളിലും ശേഷവും ഒക്കെ സ്വന്തമാണ് വാപ്പച്ചി കാല് വെക്കുന്നതും കാല് പിടിപ്പിച്ചുകൊണ്ട് ടോയ്ലറ്റിൽ പോകാൻ എഴുന്നേക്കുന്നതും ഉൾപ്പെടെ. കൂടെ നമ്മൾ പോകുമെങ്കിലും കാലിടുന്നതൊക്കെ വാപ്പച്ചി തന്നെയാണ്. പക്ഷേ അങ്ങനെ കാലിടാനോ ആ കാല് നിവർത്താനോ അതിനനുസരിച്ച് എഴുന്നേൽക്ക് നിൽക്കാനോ ഒന്നും കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അത്തരം ഒരു ക്ഷീണിതാവസ്ഥ ഉണ്ട്. ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾ പത്രസമ്മേളനം കണ്ടിട്ടുണ്ടാവും. ആ പത്രസമ്മേളനത്തിൻ്റെ തൊട്ട് മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പ് ഇതേ അവസ്ഥ ഹോസ്പിറ്റലിൽ നിന്നുണ്ടായി. ഒരുപാടധികം ഫ്ലൂയിഡും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒന്ന് ഓക്കെ ആയപ്പോഴാണ് താഴോട്ട് ഇറക്കിയത്. വാപ്പച്ചിക്ക് പൂർണ്ണമായി സംസാരിക്കാനോ കാര്യമായി നിങ്ങളോട് വിവരങ്ങൾ പങ്കുവെക്കാനോ ഒന്നും കഴിയുന്ന സാഹചര്യം ഉണ്ടായില്ല. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് എൻ്റെ പ്രിയങ്കരായ സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവർ, ഈ വിഷയം അറിയുന്നവർ ആത്മാർത്ഥമായിട്ട് ദുആ ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയാണ് പ്രധാനമായിട്ടുള്ളത്. വാപ്പച്ചിക്ക് വീണ്ടും ആരോഗ്യവാനായി വരുന്നതിനും ആഫിയത്തോടെ ഉള്ള ദീർഘായുസ്സിനും ഉമ്മത്തിനും സമൂഹത്തിനും വേണ്ടി ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും സംജാതമാകുന്നതിനും അതിനുള്ള ആരോഗ്യം ഉണ്ടാകുന്നതിനും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഗൾഫിലൊക്കെ ഇന്ന് 27-ാം രാവിൻ്റെ പുണ്യമായ രാത്രിയാണ്. നാളെ നമ്മുടെ നാട്ടിലുമാണ്. എല്ലാവരും ആത്മാർത്ഥമായ പ്രാർത്ഥനകളിൽ വാപ്പച്ചിയെ ഓർക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. ഈ ഘട്ടത്തിൽ പ്രിയ സഹോദരങ്ങളോട് പറയുവാനുള്ളത്, നമുക്ക് അൽഹംദുലില്ലാഹ് സർവശക്തനായ നാഥൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ കുടുംബം എന്ന് പറയാൻ കഴിയുന്ന അത്രയും ആത്മാർത്ഥതയോടെ നിന്ന ഒരു ഡോക്ടറും ഡോക്ടർ മുഹമ്മദ് ഇഖ്ബാൽ സാറ്, അതോടൊപ്പം ഏറ്റവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബങ്ങൾ ചെയ്യുന്നത് പോലെ നമ്മുടെ കുടുംബം എന്ന നിലയിൽ നമ്മോടൊപ്പം നിന്നിട്ടുള്ള മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ MD ആയിട്ടുള്ള ലൂയിസ് സാറ്, അതുപോലെ തന്നെ മറ്റ് ഡോക്ടർമാർ, മനു ഡോക്ടർ, വിനോദൻ ഡോക്ടർ, അതുപോലെ ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇക്ബാൽ ഡോക്ടറിൻ്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയും ഒരുപാട് ഘട്ടങ്ങളിൽ വാപ്പിച്ച് പലപ്പോഴും വെന്റിലേറ്ററിൽ പോകേണ്ടി വന്നു. അതുപോലത്തെ സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായി. ഇപ്പോൾ നിലവിലുണ്ടാകുന്ന ഓട്ടോണമിക് ഇംബാലൻസിൻ്റെ പ്രശ്നങ്ങൾ, ഇതിലൊക്കെ എല്ലാ ഘട്ടങ്ങളിലും ഓടി വന്നിട്ടുള്ള പ്രസീത എന്ന് പറയുന്ന ഞങ്ങൾ പ്രസീത ചേച്ചി എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ പ്രസീത ചേച്ചി ഉൾപ്പെടെ നിരവധി ആളുകൾ, അവിടുത്തെ നഴ്സുമാർ, മെഡിക്കൽ ട്രസ്റ്റിലെ ജീവനക്കാർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങി അവിടുത്തെ എല്ലാ ആളുകളും അതീവ സഹകരണവും ആത്മാർത്ഥമായ ഇടപെടലും കാരണമാണ് വാപ്പച്ചിക്ക് അൽഹംദുലില്ലാഹ് കയറി വരാൻ കഴിഞ്ഞത്. വാപ്പച്ചിയുടെ സർജറി നിർവഹിച്ചിട്ടുള്ള സച്ചിൻ സാറ് ഡോക്ടർ, അതുപോലെ ഒരുപാട് ആളുകൾ ഈ ഘട്ടത്തിൽ ചിലപ്പോൾ പേരുകൾ വിട്ടുപോയിട്ടുണ്ടാകും. അവർക്ക് വേണ്ടിയും നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ കിഡ്നി മാറ്റിവെക്കുന്നതിലേക്ക് വളരെ പെട്ടെന്ന് കടക്കേണ്ടി വന്നിരുന്നു. ഒരിക്കലും ഇത്ര പെട്ടെന്ന് ചെയ്യേണ്ടി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ വാപ്പച്ചി നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന പെരിട്ടോണിയൽ ഡയാലിസിസ് എന്ന് വിളിക്കുന്ന വീട്ടിൽ നിന്ന് ചെയ്യുന്ന ആ ഡയാലിസിസ് ഡെയിലി നിരവധി തവണ ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അതിൻ്റെ അളവ് കൂട്ടേണ്ടി വന്നു. ഒരു ദിവസം ഒരു വട്ടം എന്നുള്ളത് പലതവണ കൂട്ടി ഉപയോഗിക്കേണ്ടി വന്നു. അതിൽ കഴിയാതെ പോയിട്ട് പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ 2 ഡയാലിസിസും ഹീമോ ഡയാലിസിസും പെരിട്ടോണിയൽ ഡയാലിസിസും ഒരുമിച്ച് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നു. അതോടൊപ്പം ഈ സർജറിക്ക് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ ക്ഷീണത്തിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥകളിലേക്ക് പോകേണ്ടി വന്നു. പലപ്പോഴും തളർന്നു കിടക്കുന്ന അവസ്ഥ, ദിവസം മൊത്തവും തളർന്നു കിടക്കുന്ന അവസ്ഥ, എഴുന്നേക്കാനോ എഴുന്നേറ്റിരിക്കാനോ ഒന്നും പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അങ്ങനൊരു സർജറിയിലേക്ക് പോകേണ്ടി വന്നത്. സർജറിയിലേക്ക് പോകുമ്പോൾ വൃക്ക ദാനം ചെയ്ത പ്രിയങ്കരായ ഞങ്ങളുടെ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ ഇടപെടൽ, അദ്ദേഹം സ്വയം സന്നദ്ധനായി മുന്നോട്ട് വന്നത്, അതിലൂടെ വളരെ മാച്ചിങ് ആയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങുകയും അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ചെറിയ ചെറിയ പ്രയാസങ്ങളുണ്ട്. അദ്ദേഹത്തിനു വേണ്ടിയും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. അങ്ങനെ ഒരു വലിയ കൂട്ടം ആളുകളുടെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്
ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ എത്തിയിട്ടുള്ളത്. ഈ ഘട്ടത്തിലും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, വാപ്പച്ചി നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബോധം മറയുന്ന, ബോധക്ഷയം ഉണ്ടാകുന്ന ഓട്ടോണോമിക് ഇംബാലൻസ് എന്ന അവസ്ഥ പരിപൂർണമായി മാറുന്നതിനും പരിപൂർണ്ണ ആരോഗ്യവാനാകുന്നതിനും വേണ്ടിയും പ്രാർത്ഥനയുണ്ടാകണം. യൂറിനി കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാകണം. അങ്ങനെ ഒഴിവായില്ലെങ്കിൽ ഇനിയും വളരെ ഗൗരവമുള്ള മേജർ സർജറികളിലേക്ക്, അഥവാ നമ്മുടെ മൂത്രനാളി ഓപ്പൺ സർജറി ചെയ്ത് ആ വായിൽ നിന്ന് ഗ്രാഫ്റ്റ് എടുത്ത് അതിൽ വെച്ചുള്ള സർജറിയൊക്കെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനത്തെ സാഹചര്യങ്ങളിലേക്ക് എത്താതെ ഈ നിലവിലുള്ള ആ ഒരു മൂത്രനാളിയുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായ ദുആ ഉണ്ടാകണം. അത് നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഡെയിലി ഈ കത്തീറ്റർ ഇടുന്ന അവസ്ഥ ഉണ്ടാകും. ആ അവസ്ഥ വേദനാജനകമാണ്. ഒപ്പം യൂറിൻ കെട്ടിക്കിടക്കുന്നത് കിഡ്നിക്ക് ഒട്ടും താങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അതിൻ്റെ പ്രയാസം കിഡ്നിയെ ബാധിക്കും, ക്രിയാറ്റിൻ കൂടാനും മറ്റുമൊക്കെയുള്ള സാഹചര്യമുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു പ്രയാസങ്ങളുമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ആത്മാർത്ഥമായ ദുആ ഉണ്ടാകണം. എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും വാപ്പച്ചിയുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളുണ്ട്, ദുആ ഉണ്ട്. എല്ലാവർക്കും സഹായിക്കുന്ന, സഹകരിക്കുന്ന, ഈ ഘട്ടത്തിൽ പിന്തുണ നൽകുന്ന, ഒപ്പം നിന്നിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ വാപ്പച്ചിയുടെയും ഞങ്ങളുടെയും കുടുംബത്തിൻ്റെയും കടപ്പാടും പ്രാർത്ഥനകളും അറിയിക്കുന്നു. എല്ലാവരും ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ വാപ്പച്ചിയെ ഓർക്കണമെന്ന് ഉണർത്തുന്നു. ആരോഗ്യവാനായി പ്രയാസങ്ങൾ മാറി നല്ല രീതിയിൽ വരുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അൽഹംദുലില്ലാഹ്, നമുക്ക് വാപ്പച്ചിക്ക് ഏറ്റവും നല്ല ചികിത്സയാണ് നൽകാൻ കഴിയുന്നത്. അതിനുള്ള ഏറ്റവും വലിയ സഹകരണമാണ് നമ്മളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നത്. ഇതോടൊപ്പം വാപ്പച്ചിയുടെ ഈ ഘട്ടങ്ങളിലെല്ലാം കൂടെ നിന്നിട്ടുള്ള, വാപ്പച്ചിയോടൊപ്പം നിൽക്കുന്ന സഹോദരങ്ങൾ റജീബുക്ക, ഹസന്, മുബഷിർ, സലീം ബാബുക്ക തുടങ്ങി, അഷ്റഫുക്ക, എറണാകുളം ജില്ലാ പ്രസിഡന്റ്, പാർട്ടിയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഷ്റഫുക്ക തുടങ്ങി, ആഷിഖ് എന്ന എൻ്റെ കൂട്ടുകാരൻ, സഹോദരൻ, അക്കു എന്ന് ഞങ്ങൾ വിളിക്കുന്ന സഹോദരൻ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അവരുടെ ഉറക്കങ്ങളില്ലാതെ, അവരുടെ വീടുകളിൽ കയറാതെ, ദിവസങ്ങളോളം അവരുടെ കുടുംബത്തെ കാണാതെ അവർ ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ ഒരു മക്കൾ ചെയ്യുന്നത് പോലെ അവർ വാപ്പച്ചിയെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും വാപ്പച്ചിയുടെ കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഉമ്മച്ചിയും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് കൂടെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ ആരോഗ്യത്തിനും എല്ലാവരുടെ മുന്നോട്ടുള്ള ഗമനത്തിനും വാപ്പച്ചിയോടൊപ്പം നല്ല രീതിയിൽ നിന്ന് ഞങ്ങൾക്കെല്ലാം സേവനം ചെയ്യാനും വാപ്പച്ചിയുടെ ദീർഘായുസ്സിനും ആഫിയത്തിനും വേണ്ടി ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തുടർ ദിവസങ്ങളിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ്, അറിയിക്കുന്നതാണ്. എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു ഈ ഘട്ടങ്ങളിൽ, ഈ റമളാനിൽ തുടർന്നും മുമ്പും ഒക്കെയായി പല ഘട്ടങ്ങളിലായി ഞങ്ങളെ സഹായിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ ആത്മാർത്ഥ പ്രാർത്ഥനകളുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുകൂടി അറിയിക്കുന്നു. വാപ്പച്ചിക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.